നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇതേ രീതിയിൽ ഒരു ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി എടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് നല്ലപോലെ ചൂടാക്കി എടുക്കണം. ഇവിടെ ഏകദേശം 1 കവർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് നല്ലപോലെ തിളച്ചു വരുന്ന സമയം കൊണ്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് പാലൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതേ രീതിയിൽ കട്ട പിടിക്കാതെ ലൂസായിട്ട് കലക്കി എടുക്കണം. കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് പാലിലേക്ക് ഇട്ട് കൊടുക്കരുത്, കട്ട പിടിക്കും. ഇതേപോലെ കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് പാലിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കട്ട പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ മിക്സ് നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് കുറുകി വരും. ലൂസായിട്ട് എടുക്കാൻ പാടില്ല. നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിലും വെള്ളം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ലൂസായി പോകും. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം 4 സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് വയ്ക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യമായ ഫ്രൂട്ട്സ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. അധികം പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാതള നാരങ്ങയാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം. അടുത്തത് ഗ്രീൻ കളറിലെ മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്ന അട വേവിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റോബസ്റ്റ പഴം കട്ട് ചെയ്തതാണ്. ലാസ്റ്റ് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നേരത്തെ തണുപ്പിക്കാൻ വെച്ച ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഐസ്ക്രീം പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചൂടുകാലത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡാണിത്. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ നല്ല രീതിയിൽ കഴിച്ചോളും. അഡീഷണൽ കളറൊന്നും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. വളരെ ടേസ്റ്റിയും അതേപോലെ നല്ല കളർഫുള്ളായിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കിടക്കുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. കയ്യിലുള്ള ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഫ്രൂട്ട്സ് എല്ലാം ഇട്ടതിന് ശേഷം തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തണുപ്പിച്ചതിന് ശേഷം ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.